എൻ്റെ പേര് ബാബു. തൊടുപുഴയ്ക്കടുത്ത് ഏഴല്ലൂരാണ് എൻ്റെ വീട്. 18 വർഷക്കാലം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ താഴെ ഓട്ടോ ഓടിച്ചയാളാണ്. അവിടെ ലീഡർ എന്ന് പറയാൻ കാരണം ഞാനവിടെ CA2 യൂണിയന്റെ അവിടുത്തെ ഭാരവാഹിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ RCMനെ അറിയാൻ കഴിഞ്ഞു. നമുക്ക് ഇത്രയും നല്ല ഒരു പ്രസ്ഥാനം, ഇങ്ങനെ ഒരു നന്മ നമുക്ക് ഒരുക്കി തന്ന, നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, 130ഓളം ഫാക്ടറി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്ന, 190ഓളം ഗോഡൌണുകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്ന, ഇന്ത്യ മുഴുവനും ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനം ഒരു പൈസ മുടക്കവും ഇല്ലാതെ നമുക്ക് തന്നിരിക്കുന്ന മഹാനായ TCGയെ ഞാൻ സ്മരിക്കുകയാണ് ആദ്യമായിട്ട്. പിന്നെ RCM എന്ന ഈ പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ച ധാരാളം ലീഡേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിലേക്ക് RCMനെ ഒരു സ്യൂട്ട് കേസിലാക്കി കൊണ്ടുവന്ന ഗോപകുമാർ സാർ, റൂബി പൊസിഷനിൽ നിൽക്കുന്ന ഗോപകുമാർ സാറിനെ ഞാൻ സ്മരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ RCMന്റെ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും ധാരാളം ഷോപ്പുകൾ, പ്രോഡക്റ്റുകൾ എല്ലാ വീടുകളിൽ കൂടെ അയൽക്കാർക്കും നമുക്കും എല്ലാവർക്കും വേണ്ട പ്രോഡക്റ്റുകളുണ്ട്. അന്ന് ഇമാതിരി പ്രോഡക്റ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റുകൾ ബാംഗ്ലൂർ പോയി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ആളുകൾക്ക് പരിചയപ്പെടുത്തി അവസാനം ബാംഗ്ലൂർ പോയി മടുത്തതിന് ശേഷം കേരളത്തിൽ ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് ആദ്യമായിട്ട് സ്ഥാപിച്ച സുജിത് കുമാർ സാറിനെ, സ്റ്റാർ റൂബി പൊസിഷനിൽ നിൽക്കുന്ന സുജിത് കുമാർ സാറിനെ ഞാൻ സ്മരിക്കുന്നു. പിന്നെ എനിക്ക് എല്ലാ തരത്തിലുള്ള മോട്ടിവേഷനും തന്ന് എല്ലാ ദിവസവും തന്നെ മിക്കപ്പോഴും വിളിക്കുകയും കാണുമ്പോഴൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും എൻ്റെ വിജയത്തിന് വേണ്ടി ചിലപ്പോൾ ഹെം സാർ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെ വിളിക്കണാണോ എന്ന് വരെ തോന്നിപ്പോ. ആ രീതിയിൽ എന്നെ പേഴ്സണലായിട്ട് വിളിക്കൂ. ഇപ്പൊ ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഈ മീറ്റിങ്ങിലും സംസാരിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ അത്രയും ഒരു സ്നേഹത്തോട് പെരുമാറുകയും ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി തൊടുപുഴ ധാരാളം മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞ് മീറ്റിങ്ങുകളൊക്കെ വെച്ച് നമ്മുടെ ടീമിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന, സാമ്പത്തിക സമയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഹേമന്ത് സാറിനെ ഞാൻ സ്മരിക്കുന്നു. പിന്നെ RCM ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്ന, RCM ഞാൻ കേട്ടിട്ട് കൂടി ഇല്ലായിരുന്നു, എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്ന, എനിക്ക് വിശദീകരിച്ച് തന്ന എമറാൾഡ് സുധാകരൻ സാറ് എൻ്റെ സുഹൃത്തായിരുന്നു. 10-20 വർഷക്കാലമായിട്ട് ഞാൻ അദ്ദേഹത്തെ അറിയുന്നതാണ്. 2-3 വർഷക്കാലമൊക്കെ അദ്ദേഹം എൻ്റെ പുറകെ നടന്നു എന്ന് പറഞ്ഞ രീതിയിൽ കാണുമ്പോൾ പറഞ്ഞ് അങ്ങനെ സഹികെട്ടെന്നുള്ള രീതിയിൽ ഞാൻ RCMലേക്ക് വന്നതാണ്. വന്നിട്ട് ഇവിടെ നല്ല വരുമാനം കിട്ടുമെന്നോ, നല്ലൊരു ലീഡർ ആവാൻ പറ്റുമെന്നോ, ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കാൻ പറ്റുമെന്നോ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചു വന്നല്ല. സാറിന്റെ നിർബന്ധം സഹിക്കാൻ പറ്റാണ്ട്, ഒരു മനുഷ്യന് എത്രയാ നമ്മളോട് പറയുമ്പോൾ പറ്റില്ല എന്ന് എത്രയാ പറയുക നമ്മൾ തിരിച്ച്. അപ്പൊ അങ്ങനെ ഞാൻ RCM ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ സുധാകരൻ സാറിനെ ഞാൻ സ്മരിക്കുന്നു. പിന്നീട് ഞാൻ ആദ്യം പരിചയപ്പെട്ടത് വിനോദ് സാറാണ്. കോലഞ്ചേരിയിലുള്ള വിനോദ് സാറ് എൻ്റെ ലീഡറാണ്. അദ്ദേഹത്തെ സ്മരിക്കുന്നു. അതിനുശേഷം പ്രദീപ് സാറ്, പേൾ പൊസിഷനിൽ നിൽക്കുന്ന പ്രദീപ് സാറ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എൻ്റെ നാട്ടിൽ വന്ന് എനിക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പെരുമാറുന്ന ആളാണ്. സാറിനെ ഞാൻ സ്മരിക്കുന്നു. പ്രദീപ് സാറിന്റെ മകൾ ശ്രീതു മാഡം സ്റ്റാർ പ്ലാറ്റിനം ആണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാൾ ഒത്തിരി പ്രായം കുറവാണെങ്കിൽ പോലും എൻ്റെ മകളെ പോലെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ പോലെ ഉള്ള ആളാണ് ശ്രീതു മാഡം, സ്റ്റാർ പ്ലാറ്റിനം. ഹസ്ബൻഡ് അരുൺ സാറ്, പിന്നെ ധാരാളം ലീഡേഴ്സ്, എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. ഇങ്ങനെ RCMൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്മരിക്കാൻ തുടങ്ങിയാൽ സ്മരിച്ച് നമ്മൾ മടുത്തുപോകുള്ളൂ. അതുപോലെ ലീഡേഴ്സ് ഉണ്ട്. കാരണം നമുക്ക് വേണ്ടി, നമ്മുടെ ഈ പ്രസ്ഥാനം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെ രക്ഷപ്പെടുത്തിയേ അടങ്ങുള്ളൂ എന്ന ഒരു വാശിയോട് കൂടി ലീഡേഴ്സ് നമ്മളോട് സംസാരിക്കുന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ലീഡേഴ്സ് നമുക്കുണ്ട്. അത് തന്നെ ഒരു ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എവിടെ ചെന്നാൽ കാണാൻ പറ്റും ഇങ്ങനെ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വന്ന് നമുക്ക് വേണ്ടി ഒരു ടീം ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി ഉള്ളത് എവിടെയാ? നമുക്കൊന്നും എവിടെ തപ്പിയാലും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ധാരാളം ലീഡേഴ്സ്, ഈ ലീഡേഴ്സിനെ എല്ലാവരും ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇപ്പൊ RCM, ഞാനിപ്പോ വലിയ ക്ലാസ്സോ അങ്ങനെ ഒരു എന്നെക്കാളും നല്ല കൂടുതൽ അറിവുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത്, പുതിയ ആൾക്കാരെ ചിലപ്പോൾ കണ്ടെന്ന് വരാം. വലിയ ക്ലാസ് ആയിട്ടൊന്നുമല്ല. ഞാൻ RCMൽ വന്നതിന് ശേഷം എനിക്ക് RCMൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്
രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇപ്പൊ കുറച്ചു മുമ്പ് ഇതിന്റെ മീറ്റിംഗിന്റെ തുടക്കത്തില് ഒരു വീഡിയോ കാണിച്ചു. ആ വീഡിയോ ഒന്ന് മനസ്സിരുത്തി കാണുകയും കേൾക്കുകയും ചെയ്താൽ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം വേറെ എങ്ങുമില്ല. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയാണ് RCM ലക്ഷ്യം വെക്കുന്നത്. അതിനൊക്കെ നമുക്ക് ഭാഗവാക്കാകാം. നമുക്കൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി നമുക്ക് സാമ്പത്തിക സമയ സ്വാതന്ത്ര്യം നേടിയെടുക്കാം. ഇപ്പൊ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? ഇപ്പോ വലിയ ടൗണുകൾ വരിക, അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകൾ വരിക എന്നുള്ളതൊന്നും അല്ല. നമ്മുടെ നാട്ടിലൊരു 10, 12, 20 നിലയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പുരോഗതിയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ചികിത്സയുണ്ട് എന്ന് പറയുന്നത് ഒരു പുരോഗതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മുഴുവൻ രോഗികളെ കൊണ്ട് നിറഞ്ഞു എന്നാണ്. എന്റെ നാട്ടിൽ തൊടുപുഴ, മങ്ങാട്ടുകവല, കാരിക്കോട് എന്ന് പറഞ്ഞൊരു ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ RCMന്റെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് പോലെ മെഡിക്കൽ സ്റ്റോറുകളുടെ കേന്ദ്രമാണ്. എല്ലാ ഷട്ടറിലും മെഡിക്കൽ സ്റ്റോർ, എല്ലാത്തിലും ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ് മരുന്ന് വാങ്ങിക്കാൻ. അപ്പൊ അമ്മാതിരി അതൊരു വികസനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. ആരോഗ്യമുള്ള കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം, TCGയുടെ ലക്ഷ്യമാണ്. ചുമ്മാ നമുക്ക് ധാരാളം പണം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് നല്ല കാർ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വല്ല വീടും ഉണ്ടായിട്ട് കാര്യമില്ല. ആ വീട്ടില് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. നമുക്ക് 2 നില വീടൊക്കെ പണിത് വെച്ചിട്ട് രണ്ടാമത്തെ നിലയിലേക്ക് കയറാൻ ആ രണ്ടാമത്തെ നിലയുണ്ടെന്ന് പറഞ്ഞു കേൾക്കണം, അല്ലാണ്ട് അങ്ങോട്ടൊന്ന് കയറിപ്പോകാനുള്ള ആരോഗ്യമില്ലാതെ മുട്ട് തേയ്മാനും മറ്റും പല പല പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരിക്കും, നല്ല രുചിയുള്ള പലതരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതേലേക്ക് നോക്കി വായിൽ വെള്ളം ഒലിപ്പിച്ചുകൊണ്ടിരിക്കാനല്ലാണ്ട് അത് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരിക്കില്ല. 100 കൂട്ടം അസുഖങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു കോടീശ്വരനായിട്ട് കാര്യമില്ല. അപ്പൊ ആരോഗ്യമുള്ള കോടീശ്വരന്മാരാണ് നമുക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനോ സഹായിക്കാനോ സാധിക്കുമെങ്കിൽ അതിനും കൂടെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മക്കളുടെ മക്കൾക്ക് ഒക്കെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു വരുമാനം, അത് കിട്ടാനുള്ള ഒരു സംവിധാനമാണ് RCM. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് മനസ്സിലായിട്ട് നമ്മൾ സ്വാർത്ഥനുമായിട്ട് നമ്മൾ ഇരിക്കാതെ, നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഇരിക്കുന്നല്ല, ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥമതിയാണെന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് കിട്ടിയ നന്മ മറ്റുള്ള ആൾക്കാരും കൂടെ ഉപയോഗിച്ചോട്ടെ, എന്താ കുഴപ്പം? അതിലൂടെ നമുക്കൊരു നേട്ടം ഉണ്ടാവുമെങ്കിലോ. ഇപ്പൊ ആളുകള് നമ്മുടെ നാട്ടില് പണം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുകിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്ന ജോലിയാണ്. പഠിക്കുന്നത് തന്നെ ജോലിക്ക് വേണ്ടി, ആരുടെയെങ്കിലും കീഴിൽ പോയി അടിമയുടെ കൂട്ട് നിസാര ശമ്പളത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സാണ് നമ്മൾ 3, 4 വർഷം ഫീസ് കൊടുത്ത് പഠിക്കുന്നത്. ഈ പഠിച്ചതിന് ശേഷം എവിടെയെങ്കിലും പോയി ഞാൻ ഈ പറഞ്ഞതുപോലെ അടിമയായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ കഴിവ്, നമ്മൾ പഠിച്ച് പല നാളുകളായിട്ട് ഉണ്ടാക്കിയെടുത്ത കഴിവ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ വിൽക്കുകയാണ്. രാവിലെ 8 മണി തൊട്ട് അല്ലെങ്കിൽ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ, 6 മണി വരെ എന്നെ ഇത്ര രൂപയ്ക്ക്, എന്റെ കഴിവ് ഞാൻ ഇത്ര രൂപയ്ക്ക് തന്നേക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയിൽ നമ്മൾ നമ്മുടെ കഴിവ് അവർക്ക് വിൽക്കുകയാണ്. നമുക്കൊരു കഴിവുണ്ടെന്ന് കണ്ടിട്ടാണ് ആ സ്ഥാപനത്തിലേക്ക് നമ്മളെ അവരെടുക്കുന്നത്. അതിന് എന്തെങ്കിലും തുച്ഛമായ ശമ്പളവും തരും. നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വഴക്ക് പറയും. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച്, മറ്റു കോവർക്കേഴ്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞെന്ന് വരും. നമ്മളെ നാണം കെടുത്തും. നമ്മൾ ഈ പണിയെടുക്കാൻ വേണ്ടി തന്നെ, കടം വീട്ടാൻ വേണ്ടി തന്നെ ഒരു ജീവിക്കുന്ന ഒരു അവസ്ഥ ആണ് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, സമയ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോ അത്യാവശ്യം ചിലപ്പോൾ നല്ല ജോലിയൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് വരുമാനമൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് സമയ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. നല്ല ശമ്പളമുള്ള ജോലി കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള റിസ്ക്, ഉത്തരവാദിത്തങ്ങളും എല്ലാം അവിടെ കാണും. നമുക്കൊരു കല്യാണം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ വൈഫിനോട്, എടി നീ പോയിട്ട് പോരെ, എനിക്ക് സമയമില്ല, ഇന്ന് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കടയിൽ തിരക്കാണ്, അല്ലെങ്കിൽ അവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട് എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാകേണ്ട അവസ്ഥ വരും. അപ്പൊ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആകെ ടയേർഡായി സ്ട്രെസ് എടുത്ത് രാത്രി വീട്ടിൽ ചെന്ന് എവിടെയെങ്കിലും വീടുകൊണ്ട് രാവിലെ പിന്നെ ഓടുവാണ്. അപ്പൊ എന്നും ചെല്ലുന്ന സ്ഥാപനം, അവിടെ എന്നും കാണുന്ന ആൾക്കാർ എന്നും ഈ സ്ട്രെസ്സും ടയേർഡായിട്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ.
ഇതാണ് ജോലി. ഈ ജോലി കൊണ്ട് നമുക്ക് ഭാവിയിൽ വേണ്ട കാര്യങ്ങള്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് എല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ എന്ന് ഉറപ്പുള്ള ആരും ഉണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇതുപോലെ ജോലി ചെയ്ത് നടത്താം എന്നൊരു ധാരണയുള്ള ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്ക് ആരോഗ്യ സംരക്ഷണം കൂടാതെ സ്വാശ്രയത്വം കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നു. ഇതിന് നമുക്ക് ഈ ബിസിനസ്സിൽ ഇപ്പൊ ബിസിനസ് ചെയ്ത ആളുകൾ പൈസ ഉണ്ടാക്കാറുണ്ട്. ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി റിസ്ക് എടുത്ത് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടി അവിടെ സ്റ്റാഫിനെയൊക്കെ വെച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് പരസ്യം ചെയ്ത് എന്നിട്ടും നഷ്ടത്തിൽ ഓടുന്നു. ചിലപ്പോൾ നിർത്തി പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ കണ്ടമാനം പണം മുടക്കിയിട്ട് ചെറിയ ചെറിയ വരുമാനം കിട്ടുന്നു. അപ്പൊ അങ്ങനത്തെ ബിസിനസ്സുകളും ധാരാളം ഉണ്ട്. അതും നമ്മുടെ RCMുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഈ RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ പങ്കാളിയാകാൻ ലക്ഷക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള പ്രസ്ഥാനമാണ്. ഇതിന്റെയൊക്കെ ഓണർമാരിൽ ഓരോരുത്തരുമാണ് നമ്മൾ. ഈ ഇത്രയും അധികം രൂപ ചെലവഴിച്ച് എത്രയും ആസ്തിയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഷെയർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ട്ണർമാരിൽ ഒരാളാകാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ലക്ഷക്കണക്കിന് രൂപ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മാല പണയം വെച്ചിട്ടുണ്ടോ? സ്ഥലം വിറ്റിട്ട് നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മറ്റുള്ള കടകളിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനം, ഇതിപ്പോ RCM ചേർന്നില്ലെങ്കിൽ എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കില്ലേ? ഇപ്പൊ RCM വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അല്ല, ഇപ്പൊ നിങ്ങൾ RCM ചേരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലേക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ, സോപ്പ് പൊടികള്, അങ്ങനെ സപ്ലിമെന്റ് ഫുഡുകള്, ഇമാതിരിയുള്ള സംഗതികളൊക്കെ നമ്മൾ RCM ചേരുന്നതിന്റെ തലേ മാസവും വാങ്ങിച്ചാണ്. അപ്പൊ ഇങ്ങോട്ട് ചേരുമ്പോ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോ എന്താ, നമ്മൾ നമ്മുടെ പ്രൂഫൊക്കെ കൊടുത്ത് പേരൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കടയൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമാവുക, വലിയൊരു ബിസിനസിന്റെ ഭാഗമാവുക. നമ്മൾ ആർക്കും ശമ്പളം കൊടുക്കണ്ട, ബിൽഡിങ് കെട്ടണ്ട, ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ വാടക കൊടുക്കണ്ട. 7-ാം തീയതി പണം വരും. എങ്ങനെ വരും? RCM ജോയിൻ ചെയ്തു, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് കരുതി വരില്ല. നമ്മളിത് മറ്റുള്ള ആൾക്കാരോട് പറയണം. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പശു നമുക്ക് എന്ത് തരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എല്ലാവരും ആദ്യം ചാടി പാല് തരുമെന്ന് പറയും. പശു നമുക്ക് പാല് തരുമല്ല, നമ്മൾ പശുവിനെ പിടിച്ച് ബലമായിട്ട് കറന്നെടുക്കുന്നു. പശു രാവിലെ വന്നിട്ട് 1 ലിറ്റർ പാല് തരാൻ നമ്മളോട് പറയാറുണ്ടോ? നമ്മൾ പശുവിനെ കറന്നെടുക്കുന്ന. അതുപോലെ RCM ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ RCMനെ കറന്നെടുക്കണം. RCM എന്താണെന്ന് പഠിക്കണം, പഠിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. എന്റെ അനുഭവത്തിൽ പറഞ്ഞ ശരിക്കും RCM എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാതെ, അത് പറയാൻ പഠിക്കാതെ മറ്റുള്ള ആൾക്കാരോട് പോയി പറഞ്ഞാൽ അത് നെഗറ്റീവായി പോകും. ധാരാളം അനുഭവങ്ങളുണ്ട്. ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള വലിയൊരു പ്രസ്ഥാനം, ഭയങ്കരമായ കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനം, തലമുറകളോളം നന്നാക്കാനായിട്ട് എല്ലാവരെയും എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാൻ നമ്മൾ പഠിക്കണ്ടേ? ചുമ്മാ എന്തെങ്കിലും എവിടെയെങ്കിലും ഇച്ചിരി കേട്ടിട്ട് പോയി ഒരാളോട് കണ്ടിട്ട് നല്ല സാധനമാണ്, പൈസ കുറവുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോന്നാ പോരാ. ഒരാളെ വിളിച്ച് ആളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം, നമ്മുടെ 6 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ആൾക്ക് മറ്റു തിരക്കൊന്നും ഇല്ലാന്നുള്ള സമയം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആളെ മുഖാമുഖം ഇരുത്തി ആളോട് അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇതേക്കുറിച്ച് 1 by 1 ആയിട്ട് വിശദമായിട്ട് പറയണം. ഞാൻ നേരത്തെ വന്ന സമയത്ത് പലചരക്കടയിൽ ഒരാൾ പറഞ്ഞു, ആ പലചരക്കടക്കാരൻ ചിലപ്പോൾ ചേരും, കുറച്ച് സാധനം എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേഗം കൂടി ചെന്ന് വണ്ടിയും കൊണ്ട് നിർത്തിയിട്ട് RCMന്റെ ഫുൾ ഫോം റൈറ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരാള് 1 കിലോ പഴം തന്നു. പുള്ളി പഴം എടുത്തു കൊടുക്കാൻ, പിന്നെ ബാക്കി പറയുമ്പോഴേക്കും ഒരു സിഗരറ്റ് തന്നെന്ന് ഒരാൾ പറയും. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരാഴ്ച ഇവിടെ നിന്നാൽ പോലും RCMന്റെ ഫുൾ ഫോം പോലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുപോലെ തിരക്കുള്ളിടത്ത് പോയി ഞാൻ അഥവാ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചു, പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ എന്തോ ഒന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട്, ആൾ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചേർന്നില്ല എന്ന് പറയണേ കാര്യമില്ല. ആളുടെ തലയിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലുണ്ട്. എനിക്ക് കുറച്ച് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്. നമ്മൾ ഒരാളോട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗൗരവത്തോടു കൂടി, പണ്ട് ഹേംസാറൊക്കെ പറയാറുന്നു, അന്നത്തെ സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു, അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ആണ് ഈ പ്രസ്ഥാനം അദ്ദേഹമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. ബൈക്കിന്റെ മുകളിൽ ഇരുന്ന്, കടയുടെ സൈഡിൽ ചാരി നിന്ന്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ RCM പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാ സിറ്റിയിലും നമ്മുടെ RCMന്റെ ഷോപ്പുണ്ട്.
RCMന്റെ എല്ലാ ഷോപ്പും നമ്മുടെ ഓരോരുത്തരുടെയും ഷോപ്പാണ്. ആര് നടത്തിയാലും അത് RCMന്റെ ഷോപ്പാണ്. അവിടെ നമുക്ക് വിളിച്ചോണ്ട് പോകാം, പ്രോഡക്റ്റ് എടുത്ത് കയ്യിൽ കാണിച്ച് പിടിച്ച് പറഞ്ഞു കൊടുക്കാം. സാറിന്റെ ഒക്കെ സമയത്ത് പ്രോഡക്റ്റ് ഒന്നും കാണിച്ചു കൊടുക്കാനൊന്നും കയ്യിലൊന്നും കാണില്ല. അതുണ്ട് ഇതുണ്ടെന്നാ പറയണേ. ഇന്ന പ്രോഡക്റ്റാണ്, ഇന്നതാണ്, നല്ലതാണെന്നൊക്കെ പറയും. പക്ഷെ അവർക്കത് കാണിച്ച് കൈ പിടിച്ചു കൊടുത്ത് പറയാനുള്ള ഷോപ്പും സംഗതിയൊന്നും അന്നില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഓരോരുത്തരെയും പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായ പേസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ഒന്ന് കാണിച്ചു കൊടുക്കാം, ആട്ട, ഇതെല്ലാം കണ്ട് അവർക്ക് അതിന്റെ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസ് എല്ലാം വായിച്ചു നോക്കി എടുത്ത് കൈ പിടിച്ച്, നമ്മൾ ഊഹത്തിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിട്ട് കയ്യിലെടുത്ത് പിടിച്ച് കാണുമ്പോൾ. അപ്പൊ അങ്ങനെ കാണാനും സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടി വന്ന നമ്മുടെ ഷോപ്പിൽ തന്നെ വെച്ച് മിക്ക ഷോപ്പുകളിലും ഇങ്ങനെ ബോർഡൊക്കെ കാണും, മാർക്കറും കാണും. അപ്പൊ നമുക്ക് കമ്പനി എന്താണെന്ന്, അല്ലെങ്കിൽ മീറ്റിംഗ് ആയിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. 5-6 പേര് അതിൽ 3-4 പേര് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് വന്നു, ആ സുഹൃത്തിനെ നമുക്ക് അവിടെ വെച്ച് പ്രോഡക്റ്റും കാണിച്ചു കൊടുക്കാം. ഇത് എല്ലാം എഴുതി ഇതിന്റെ ശതമാന കണക്കും അതുപോലെ ഓരോ പിൻ ലെവലും അതിന് കിട്ടുന്ന ഇൻകോ, ഈ A സൈഡിൽ നിന്ന് എത്ര, B സൈഡിൽ നിന്ന് എത്ര, പേഴ്സണൽ എത്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാവുന്ന ഒരു വേദിയുണ്ട്. പണ്ട് ഇതൊന്നുമില്ലായിരുന്നു. യാതൊരുവിധ അനുകൂല സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് നിന്ന് വന്ന ലീഡേഴ്സ് ലക്ഷക്കണക്കിന് രൂപ ഇൻകം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ധാരാളം ലീഡേഴ്സ്, ധാരാളം പണം കിട്ടുന്ന ലീഡേഴ്സിനെ നമുക്ക് യഥേഷ്ടം ഏത് നാട്ടിൽ ചെന്നാലും കാണിച്ചു കൊടുക്കാം. അന്ന് സാറിന്റെ ഒക്കെ സമയത്ത് RCMനെ പറയുമ്പോൾ എന്നാന്ന് RCM അതിനെ പറ്റി ആൾക്കാർ അറിയില്ലായിരുന്നു, അവര് ബോധവാന്മാരല്ലായിരുന്നു. അതുപോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുമാനം കിട്ടിയ ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല, പ്രോഡക്റ്റുകളില്ല, പിന്നെ എങ്ങനെ ആൾക്കാർ വാങ്ങിക്കും? അപ്പൊ അവരൊക്കെ അത്രമാത്രം കഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ യാതൊരു കഷ്ടപ്പാടും കൂടാതെ, ഒരു കഷ്ടപ്പാടും ഇല്ലാന്ന് വേണം പറയാൻ. നമ്മളൊരു ജോലി ചെയ്യാൻ പോകുമ്പോൾ രാവിലെ 8 മണിക്ക് ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ ഓടി, അല്ലെങ്കിൽ സ്വന്തം വണ്ടി എടുത്തിട്ടാണെങ്കിലോ ആ സ്ഥാപനത്തിൽ തല്ലിപ്പടിച്ച് ചെന്ന് പഞ്ചിങ് മെഷീനിലേക്ക് കമന്നടിച്ച് വീഴുക, ഒരു സെക്കൻഡ് പോലും താമസിക്കാണ്ട് പഞ്ച് ചെയ്തിട്ട് വൈകുന്നേരം വരെ കസ്റ്റമേഴ്സിന്റെ, അവിടുത്തെ ഓണറുടെ, മാനേജറുടെ എല്ലാവരുടെയും ചീത്തയും കേട്ട് മടുത്ത് വീട്ടിൽ പോണേ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ജോലിയില്ല. അപ്പൊ നമ്മൾ ആ കഴിവ് വേറെ ആൾക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം നമ്മൾ RCMൽ ഒന്ന് വിനിയോഗിച്ച് നോക്കി. ഒരു ലേഡി സെന്ററിലോ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ എവിടെയും നിൽക്കുന്ന ആള് രാവിലെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും. ആ പ്രോഡക്റ്റിന് ഇല്ലാത്ത ഗുണങ്ങൾ വരെ ഉണ്ടെന്നും പറഞ്ഞ് അവർ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ച് വരുന്ന കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്ത് ബോധിപ്പിച്ച് ആണ് സാധനം എടുപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കസ്റ്റമർ സാധനം എടുക്കാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലായിട്ട് വഴക്കം കേട്ടു. അപ്പോ അവിടെ ചെയ്യുന്ന പണി അവിടെ പ്രോഡക്റ്റ് പഠിക്കാണ്ടാണോ ചെയ്യുന്നത്? അവിടെ എല്ലാ പ്രോഡക്റ്റും അവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ പഠിക്കും, അവർക്ക് വേണ്ടി കഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി വലിയ വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ ആ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ അത്ര വേണ്ട, ഒരു ജോലി ചെയ്യുന്ന ഒരു മനോഭാവത്തോടു കൂടി, അതേ ഒരു ആത്മാർത്ഥതയോടു കൂടി RCM ചെയ്തു നോക്കി. ഇപ്പൊ ജോലി ഉപേക്ഷിച്ച ആള് രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന പോലെ, അല്ലെങ്കിൽ 9 മണിക്ക് സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്നോണ്ടിരുന്ന പോലെ RCMന് വേണ്ടി 9 മണിയാകുമ്പോൾ ഒന്ന് ഇറങ്ങി നോക്കി. 8 അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ജോലിക്ക് പോകുന്നു, അത് മാറ്റിയിട്ട് നേരെ RCMല് വേണ്ടി ഫീൽഡ് വർക്കിന് പോകുന്നു. കുറച്ച് ആൾക്കാരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഓരോരുത്തരെയും കാണുന്നു. ഷോപ്പിൽ ചെന്നാലും ഇതല്ലേ ചെയ്യുന്നത്. അപ്പോ അതുപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ സൂമിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് അറിയാവുന്ന പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നമ്മളെ ആരും പേടിപ്പിക്കാനില്ല. അപ്പൊ ആ കടയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഇവിടെ ചെയ്യാം. അവിടെ എപ്പ ജോലി നിർത്തുന്നോ അപ്പം നിന്നു പോകുന്ന വരുമാനമാണ്. ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു ടീം ഉണ്ടായാൽ, ഇപ്പൊ എന്റെ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു 6-7 പേരെയാണ് ആദ്യം പേഴ്സണലായിട്ട് പറഞ്ഞു ചേർത്തത്. ധാരാളം ആളുകൾ എൻ്റെ ടീമിലുണ്ട്. ഞാൻ കണ്ടിട്ടോ ഇല്ല, കേട്ടിട്ടോ ഇല്ല. ഏതൊക്കെയോ നാട്ടിൽ അവരുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അവരുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിച്ചു ബില്ലടിച്ചാൽ അപ്പൊ തന്നെ എനിക്ക് പർച്ചേസ് വോളിയം വരും. നമ്മൾ വേറെ ഏതോ നാട്ടിലിരിക്കുന്നു, അവരോട് നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടില്ല, എടുത്തുകൊണ്ട് കൊടുക്കുന്നില്ല, അവരവരുടെ ആവശ്യം മേടിക്കുന്നു, അത് നമുക്ക് പൈസയും കിട്ടുന്നു. നല്ലൊരു കാര്യമല്ലേ? നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല, വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നില്ല, പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. അവർക്ക് വിജയിക്കാൻ വേണ്ടി RCM പഠിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ
സാമ്പത്തിക സമയ സ്വാതന്ത്ര്യമൊക്കെ കിട്ടാൻ വേണ്ടി അവരുടെ മക്കളുടെ ഭാവി നന്നാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു. നമുക്ക് അതിന്റെ ഓഹരി കിട്ടുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ധാരാളം ആളുകൾ വേറെയും ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവാം. അവർ ജോലി ചെയ്യുന്നതിന്റെ ഒരു ഓഹരി നമുക്ക് കിട്ടുമോ? അത് അവർക്ക് കിട്ടും. നമ്മൾ എന്ന് ജോലി നിർത്തിയോ നമുക്കൊന്നും വരുമാനമില്ല. അപ്പൊ അതാണോ നല്ലത്? നമ്മുടെ അസാന്നിധ്യത്തിലും വരുമാനം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണോ നല്ലത്? ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു മീറ്റിങ്ങിന് പോകണമെങ്കിൽ വണ്ടിക്കൂലി, അവിടെ ചിലപ്പോൾ ഹാളിന് ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരാളെ കാണാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് പോകണം. അതൊക്കെയാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. അതിപ്പോ അല്ലെങ്കിൽ നമ്മൾ പോകുന്നത്. അപ്പൊ അമ്മാതിരി ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി. അപ്പൊ നമ്മള് ഒരു മീറ്റിംഗിൽ പോകുമ്പോൾ നല്ലൊരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ധാരാളം അറിവുകൾ കിട്ടും. അപ്പൊ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ഭയങ്കരമായ പൈസയൊക്കെ ഫീസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഫീസൊന്നുമില്ല. നമ്മളൊരു നല്ലൊരു മീറ്റിംഗിൽ പങ്കെടുത്ത ഹേമന്ത് സാറിന്റെയോ അല്ലെങ്കിൽ രാജഗിരിയിലെ ഒരു മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫീസൊക്കെ ഉള്ളൂ. നമുക്ക് ഫുഡും കിട്ടും, നമുക്ക് ധാരാളം അറിവ് കിട്ടും. ഈ അറിവെന്ന് പറഞ്ഞ സാധനം വേറെ ഓരോടത്തുനിന്നും ചുമ്മാ കിട്ടില്ല. ട്രെയിനിങ് കൊടുക്കണതിന് ഫീസ് ഉണ്ട്. ഫീസ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഹാളിൽ കയറി ഇരുന്ന് അത് കേൾക്കാനും പഠിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വലിയ ഫീസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യാം. ഹേമന്ത് സാറിന്റെ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിർഭാഗ്യം ഞാൻ പറയുള്ളൂ. കാരണം അത്രയും നല്ല സാറ് 1000 പേർക്ക് വേണ്ടിയാ സാറ് സംസാരിച്ച്. പക്ഷെ അത് സ്വീകരിക്കാനായിട്ട് 10-60 ആൾക്കാരുണ്ടാകുന്നുള്ളൂ. ചെറിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ടീമിൽ തന്നെയായിരുന്നു. ഒത്തിരി പേര് എന്നാൽ പോലും സാറിന്റെ സംസാരം 1000 പേർക്ക് വേണ്ടിയാണെങ്കിലും 10,000 പേർക്ക് വേണ്ടിയാണെങ്കിലും എന്ന് നമുക്ക് കരുതാം. പക്ഷെ സ്വീകരിക്കാൻ ആളുകൾ കൂടുതൽ വേണം. എല്ലാ ദിവസവും 3-4 മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഞാൻ RCMൽ വന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചു. മറ്റു പ്രോഡക്റ്റുകളെക്കാളും ഒത്തിരി ഗുണവ്യത്യാസം. ഞങ്ങളൊക്കെ നേരത്തെ വിസിബിന്നായിരുന്നു. വിസിബില് നല്ല പൊടി ഐറ്റംസ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ അവിടുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. RCM ചേർന്ന് കഴിഞ്ഞപ്പോൾ പൊടി കണ്ടപ്പോൾ തന്നെ വ്യത്യാസം. അപ്പൊ ഞാൻ രണ്ടും മണത്ത് നോക്കി കഴിഞ്ഞപ്പോ രാത്രിയും പകലും പോലെ വ്യത്യാസം. നല്ല മല്ലിയുടെ കല്ലേല അരച്ച് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ മണവും ടേസ്റ്റും ഒക്കെ വായിലിട്ട് ചവച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒറിജിനാലിറ്റി, ഭയങ്കരമായ ഒരു മല്ലിയുടെ ടേസ്റ്റും മണമൊക്കെ. മറ്റത് മണത്ത് കഴിഞ്ഞപ്പോൾ ചുമ്മാ എന്താ അറക്കപ്പൊടി പോലെ കിടക്കുന്നു. അത് അന്ന് കളഞ്ഞതാ. വിസിബിയിൽ നിന്നും പിന്നെ ഒരു സാധനങ്ങൾ RCMൽ വന്നതിന് ശേഷം എനിക്ക് വേണ്ട സാധനങ്ങൾ RCMന്റെ ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ അത് മാത്രം നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. RCMൽ ഇല്ലാത്ത സാധനങ്ങൾ നിവൃത്തികേട് കൊണ്ട് നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചെന്ന് വരും. ആ പ്രോഡക്റ്റും താമസിയാതെ RCMൽ വരും. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ RCMലേക്ക് വരും. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ആയിട്ട് ഇനി വരും. ഇപ്പൊ എറണാകുളത്ത് വണ്ടർ വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് നല്ല കടയാണ്. നമുക്ക് വേണ്ട ഒരുമാതിരി ഈ പച്ചക്കറി, മുട്ട, പാല്, മീനൊക്കെ ഒഴികെയുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അമ്മാതിരി ഷോപ്പുകൾ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ വരും. ആളുകൾ നാട്ടിലുള്ള മോറ്, റിലയൻസ് പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോകും. റിലയൻസിൽ ചെന്ന് 1000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് വണ്ടിയും വിളിച്ച് പോവാ. നമ്മുടെ RCMൽ വന്നാൽ ജോയിൻ ചെയ്താൽ 1000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 300 രൂപ നമുക്ക് കുറഞ്ഞു കിട്ടും. അവിടെ 10 രൂപയ്ക്ക് വേണ്ടി ഓടുക. അത് കിട്ടുന്നത് എന്താ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി നമ്മളൊന്നും മാറി ചിന്തിക്കണം. നമ്മളിപ്പോ ഈ ജോലിയും ചെയ്ത് ഈ മായം ചേർത്ത ഭക്ഷണ സാധനങ്ങളും കഴിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സാമ്പത്തികം ഉണ്ടാവില്ല, നമ്മുടെ ശരീരം, ആരോഗ്യം എല്ലാം പോവും. ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ ചുറുചുറുക്കൊക്കെ വെച്ച് കുറച്ചാളൊക്കെ എങ്ങനെ അങ്ങ് പോവും. അത് കഴിയുമ്പോൾ രോഗികളായി തീരും. നമുക്ക് വരുമാനം ഉണ്ടാവില്ല. പണിയില്ലാണ്ടൊന്നും വരുമാനം ഉണ്ടാവില്ല. ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. എപ്പം നിർത്തിയാലും അപ്പം ഇല്ലല്ലോ. ഒരു ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തോളും. നമ്മുടെ A സൈഡിലും B സൈഡിലും നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ 4 ലീഡേഴ്സിനെ ഉണ്ടാക്കിയാൽ മതി. A സൈഡിൽ 2 ലീഡേഴ്സ്. നമ്മൾ പഠിച്ച കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവിടെ പഠിപ്പിക്കുക, പ്രാക്ടിക്കൽ ആക്കുക. പറഞ്ഞ് കേൾപ്പിച്ചിട്ട് തന്നെയല്ല, ഈ പ്ലാനൊക്കെ ബോർഡിൽ എഴുതി കാണിച്ചു കൊടുക്കുക, 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിപ്പിക്കുക. ഹോം മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കുക. സഭാകമ്പ് മാറി 10-100 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാവുന്ന ഒരു ശേഷി വരുത്തുക. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് വരും. 10 പേരുടെ മുമ്പിൽ അല്ലെങ്കിൽ 100 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്കൊരു അവരവനോട് തന്നെ ഒരു സംതൃപ്തി വരും. അപ്പോ ഇതിനകത്തേക്ക് ഇതൊരു ഹരമായിട്ടാണ്. നമുക്ക് എന്ത് കാര്യമാണല്ലോ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണം. നമുക്ക് നല്ല താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യും. നമുക്ക് ഇതിനകത്തൊരു ഹരം വരും.
നമ്മൾ സിനിമ കാണാൻ പോകുന്നുണ്ട്, സിനിമ കാണുമ്പോൾ നമുക്ക് രസമുണ്ട്, നമുക്ക് ഇഷ്ടമുണ്ട്, അതിനു വേണ്ടി പോകുന്നു. ടൂർ പോകുമ്പോൾ എത്ര ഇപ്പോൾ ആർസിഎമ്മിന്റെ ഒരു മീറ്റിംഗിൽ വണ്ടർ വേൾഡിൽ അല്ലെങ്കിൽ രാജഗിരിയിൽ വരാൻ പറഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ബാംഗ്ലൂർ അവിടെ ഇവിടെ ഈ നാള് ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ മാസം മുമ്പ് ടൂർ പോയി, എത്രയോ പൈസ മുടക്കി ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ട് അവര് എറണാകുളത്ത് വരാൻ പാടാ. പക്ഷെ അവര് ഇത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കിയാൽ ഇതിന്റെ അകത്ത് വന്നൊരു നല്ലൊരു ലീഡറായി ഒരു എമറാൾഡ് അല്ലെങ്കിൽ റൂബി ഒക്കെ ആയി കഴിയുമ്പോൾ ഉള്ള ഒരു ചിത്രം അവരുടെ മനസ്സിലില്ല. അതുണ്ടാക്കി കൊടുക്കാൻ അവരുടെ ലീഡേഴ്സിന് പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ഇപ്പൊ 100 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാവരും ഇങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്നോ അല്ലെങ്കിൽ നല്ല വരുമാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. എല്ലാവരും കോടീശ്വരന്മാരായി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കാൻ, ബസ് ഓടിക്കാൻ ആൾ വേണം, റോഡ് പണിയാൻ ആൾ വേണം, എല്ലാവർക്കും എല്ലാം വേണം. അപ്പൊ നമ്മളതൊന്നും നോക്കണ്ട. ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് വേണം. എനിക്ക് വിജയ്ക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കണം. സമ്പാദിക്കും എന്ന് പറഞ്ഞാൽ നോട്ട് കെട്ട് അവിടെ കൂട്ടി വെക്കുമല്ല, നല്ലൊരു ടീം ഉണ്ടാക്കുക, ടീമിനെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. ഇപ്പൊ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഇൻകം നമ്മുടെ നോമിനിക്ക് കിട്ടുമല്ലോ. എനിക്ക് കഴിഞ്ഞ ജനുവരി അവസാനം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ചൂടുപനി വന്നിട്ട് എൻ്റെ മുഖം നിറച്ച് കൺമഷിക്ക് കുത്തി പോലെ കറുത്ത പുള്ളിക്കുത്തുപോലെ നിറച്ച് പാടാറുണ്ട്. 1 മാസത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പക്ഷെ എനിക്ക് തലേ മാസത്തേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ജോലിയാ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ വരുമാനം കിട്ടുമോ? ഒരു രൂപ കിട്ടില്ല. ഈ കൊറോണയുടെ സമയത്താണെങ്കിൽ പോലും ചെറിയ ചെറിയ വരുമാനങ്ങളാണെങ്കിൽ പോലും ആർസിഎമ്മിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം ആർസിഎമ്മിൽ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ, തുടക്കമാണ്. എന്നാൽ പോലും ആർസിഎമ്മിൽ പൈസ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ അസാന്നിധ്യത്തിൽ വരുമാനം കിട്ടും. നമ്മൾ ഒരു ടീം ഡെവലപ്പായി നിശ്ചിത പർച്ചേസുകൾ എല്ലാ മാസം ക്രിയേറ്റ് ആവണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ ഓളിയും കൂടി വരുന്നു. നമ്മൾ വീട്ടിലിരുന്നാൽ മതി. 7-ാം തീയതി 7 ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ പൈസ കിട്ടും. പല കമ്പനികളിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 1-ാം തീയതി കിട്ടില്ല. തലേ മാസം ജോലി ചെയ്ത പൈസ പിറ്റേ മാസം 2-3 തവണയായിട്ട് ചിലപ്പോൾ കിട്ടാറുണ്ട്. ഓരോ ഉറപ്പുമില്ല, ജോലിക്കും ഉറപ്പുമില്ല, ശമ്പളത്തിനും ഉറപ്പുമില്ല. ഇപ്പൊ ആളുകൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായി. നമ്മുടെ ആർസിഎമ്മിലുള്ള ആൾക്കാരും നമ്മുടെ പരിചയക്കാരും കൂട്ടുകാരും എല്ലാവരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഇതെന്താണെന്ന് നന്നായിട്ട് പഠിപ്പിക്കുക, അതിനുശേഷം പഠിപ്പിക്കാനും കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലീഡേഴ്സായി. അത്രയും കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ എത്ര സെഗ്മെന്റ് ഉള്ളത്, ന്യൂട്രിചാർജ് ഉണ്ട്, തുളസി പെയിന്റ് ഉണ്ട്, ഹരിതസഞ്ജീവിനി ഉണ്ട്, അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകൾ ഇതിനകത്തുണ്ടല്ലോ. 5036 ഐറ്റം പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് സൈറ്റിൽ കാണിച്ചത്. അപ്പോൾ പെയിന്റ് ഞാൻ കഴിഞ്ഞ ദിവസം പെയിന്റിന്റെ മീറ്റിങ്ങിന് പോയി. ഞാൻ ധാരാളം പെയിന്റ് കോൺട്രാക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, പെയിന്റേഴ്സിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ പെയിന്റ് എടുക്കുന്നുണ്ട്. ഇപ്പോ ഒരു ചെറിയ വീടാണെങ്കിൽ പോലും ആ വീടൊന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിച്ച് അല്ലെങ്കിൽ നല്ല കളർഫുൾ ആക്കി വെക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളില്ല. നമ്മളവർക്ക് പെയിന്റ് ഒരു സീസണിൽ മാത്രം ഉള്ളതാണെന്ന് ശരിക്കും മഴക്കാലത്ത് കാണില്ല എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. അത് അത്രയ്ക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പെയിന്റ് അടിച്ച് 6-7 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വീട് വീണ്ടും പെയിന്റ് അടിക്കുന്നത്. പക്ഷെ പെയിന്റേഴ്സിന് മിക്ക ദിവസവും ജോലിയുണ്ട്. മഴക്കാലത്തും ഉണ്ട്, മഴയില്ലാത്ത സമയത്ത്. മഴയുള്ള സമയത്താണല്ലോ അവർ ഇന്റീരിയർ അടിക്കും, ജോലിയുണ്ട്. പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ പണ്ട് അടിച്ചതൊക്കെ പുതുക്കി അടിക്കാറായിരിക്കുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മോശം നമ്മുടെ കമ്പനിയുടെ ഈ കൺസെപ്റ്റ് പോലെ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്നും ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ പെയിന്റിലും ഉണ്ട്. പെയിന്റിലും മായമില്ല. നമുക്ക് എന്താ പറയുക, അത് ഉപയോഗിക്കുന്ന മനുഷ്യന് ആ പെയിന്റ് അടിച്ച വീട്ടിൽ കിടന്നാല് ശ്വാസോച്ഛ്വാസമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അലർജിയോ തുമ്മലോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നല്ല പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 10-18 മണിക്കൂറൊക്കെ മിക്കവാറും വീടിനുള്ളിലായിരിക്കും. കാരണന്മാര് അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ അത്രയും മണിക്കൂർ ഒരു വീടിന്റെ ഉള്ളിൽ കഴിയുന്നവരാണ്. അപ്പൊ വേറെ പെയിന്റൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ 6-7 ദിവസത്തേക്ക് നല്ല പെയിന്റിന്റെ സ്മെല്ലുണ്ടാവും. അപ്പൊ ഭയങ്കര മണമെന്ന് തോന്നുന്നു. അപ്പൊ 6-7 ദിവസം കഴിയുമ്പോൾ ആ മണം അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ കരുതുക മണമൊക്കെ പോയി, പ്രശ്നമൊന്നുമില്ലാന്ന് ഓർക്കും. മണം നമ്മളുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. മണം അവിടെ നിന്ന് പോയതല്ല, ആ കെമിക്കൽസ് പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കും. ഒരു 6 മാസത്തോളം നമ്മൾ അതിങ്ങനെ ശ്വസിക്കും. അപ്പൊ നമുക്കില്ലാത്ത അലർജി മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മളറിയാറില്ല. നമ്മൾ പോയി മരുന്ന് വാങ്ങിക്കും, വീണ്ടും ഇവിടെ വന്നെടുക്കും. ഓരോരോ എടുത്ത് പറയാൻ പറ്റാത്ത ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് തോന്നും. അപ്പൊ ആർസിഎമ്മിന്റെ പെയിന്റിന് വരെ അങ്ങനെയുണ്ട്. പെയിന്റിൽ വരെ ഗുണമുണ്ട്. ഹാർഡ് കെമിക്കൽസ് ഒന്നുമില്ല. നമ്മുടെ പെയിന്റ് അടിച്ച
മുറിയിൽ കിടന്നാൽ ഈ പറഞ്ഞ മണോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഏരിയ കിട്ടുന്നു. വേറെ പെയിന്റ് 80-90 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 100 സ്ക്വയർ ഫീറ്റോ കിട്ടുമ്പോൾ നമ്മുടെ എമിഷന് 150 മുകളിലേക്ക് എല്ലാം തന്നെ കിട്ടുന്നു. 150, 170, 180 സ്ക്വയർ ഫീറ്റ് കിട്ടാറുണ്ട് അടിക്കാൻ റീൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഹാർഡ് കെമിക്കൽസ് ഇല്ല. 1 ലക്ഷം രൂപയുടെ പെയിന്റ് മറ്റ് സ്ഥലത്തു നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ പെയിന്റ് ആണെങ്കിൽ ഒരു 60,000, 65,000 രൂപയ്ക്ക് എടുത്താൽ മതി. 100 ലിറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ഒരു 60 ലിറ്ററിൽ നിൽക്കും, മണം ഉണ്ടാവില്ല. പിന്നെ അത് പെയിന്റേഴ്സിനെ ആരെങ്കിലും നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ലാഭമുണ്ട്. നമ്മുടെ പെയിന്റ് MRP വാങ്ങിച്ചാൽ പോലും മറ്റു പെയിന്റ് വാങ്ങിക്കുന്നതിന്റെ അത്രയും തന്നെ വില ആകുന്നില്ല ശരിക്കും. അപ്പൊ ജോയിൻ ചെയ്ത ആള് ഇപ്പൊ നമ്മളിപ്പോ പെയിന്റർ ആവണമെന്നൊന്നുമില്ല, നമുക്ക് ആർക്കും. ഞാൻ പെയിന്റ് എടുത്ത് ഇഷ്ടംപോലെ വിൽക്കാറുണ്ട്. 40% നമുക്ക് മാർജിൻ ഉണ്ട്. 10, 15, 20% കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിന്നിന് നമുക്ക് 2,000, 2,500, 3,000, 4,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഓൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എവല്യൂഷനൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു 15% കുറച്ച് കൊടുത്താൽ 4,255 രൂപ ഒരു ടിന്നിന് ലാഭം കിട്ടും. അത് കുറച്ചും കൂടെ കുറച്ച് കൊടുത്തോ, നമ്മൾ അവിടെ ബാർഗൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് കൊടുത്തോ, എന്നാലും കിട്ടും നമുക്ക് ഒരു 3,000 രൂപ മേളിൽ ഒരു ടിന്നിന് നമുക്ക് ലാഭം കിട്ടും. ബില്ലടിച്ചു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറെ പൈസ കിട്ടും. ആ ബില്ലടിക്കുമ്പോൾ നമുക്ക് വരുന്ന പർച്ചേസ് വഴി നമുക്ക് അടുത്ത പിന്നിലേക്ക് കയറിപ്പോവാനായിട്ട് ഉപയോഗിക്കാം. പല രീതിയിലെ ലാഭം. ഇത് സത്യം പറഞ്ഞാൽ നമ്മളാരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇതിന്റെ 10 ഇരട്ടി കടുപ്പമുള്ള കാഠിന്യമുള്ള ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്. എന്നാ പറയണേ, ഇപ്പോ പത്രമാറ്റ് സ്വർണം കയ്യിൽ വെച്ചിട്ട് മുക്കുപണ്ടം തേടി നമ്മൾ നടക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ നല്ല ലോകത്ത് പോലും ഇല്ല. ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ മുഴുവൻ പറയാൻ ഞാൻ ആളല്ല. വലിയ വലിയ ലീഡേഴ്സ് പറഞ്ഞാൽ പോലും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം നല്ലൊരു കൺസെപ്റ്റ്, നന്മ. ഒന്ന് ആലോചിച്ച്, 1 രൂപ മുടക്കാതെ നമ്മളെ കമ്പനിയുടെ പാർട്ട്ണറായിക്കുക, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചു. ഈ പ്രോഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കും ഗുണം, നമുക്കും ഗുണം. പെയിന്റ് തന്നെയല്ല, മറ്റേ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഹരിത സഞ്ജീവിനി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എല്ലാം മായമെന്ന് പറയും. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ പറമ്പില് നല്ല വളക്കൂറുള്ള മണ്ണ്, ആ മണ്ണില് വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറികൾ, പഴങ്ങള്, അത് കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, അസുഖം ഉണ്ടാവില്ല. മണ്ണിന്റെ ഘടന മാറ്റുന്ന പ്രോഡക്റ്റ് ഹരിത സഞ്ജീവിനിയുടെ ആ ഒരു ബോക്സ്, 650 ഗ്രാമിന്റെ ഒരു ബോക്സ്, 1 ഏക്കർ മണ്ണിന്റെ ഘടന മാറ്റാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഫലപുഷ്ടമായ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മണ്ണില് നല്ല ആരോഗ്യത്തോടുകൂടി തഴച്ചു വളരുന്ന ഒരു ചെടി അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആ മണ്ണിന് പോഷകമൂല്യം ഉണ്ടായിരിക്കണം. 25% ഓക്സിജൻ, 25% ജലം, 45% മൂലകങ്ങള്, 5% ഓർഗാനിക് കാർബൺ. ഇത്രയും കൂടെ ഉണ്ടെങ്കിലാണ് ഒരു മണ്ണ് ഫലപുഷ്ടമായ മണ്ണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ചെടി നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി വളരണമെങ്കിൽ അങ്ങനെ ഒരു മണ്ണ് വേണം. അതില്ല. കൃഷി വകുപ്പ് തന്നെ പറഞ്ഞേക്കണേ 1.7 വരെയൊക്കെ ഓർഗാനിക് കാർബൺ ഉള്ളൂ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ നമ്മുടെ RCMന്റെ ഹരിത സഞ്ജീവിനി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കാർബൺ ഒക്കെ ക്ലിയർ ആവും, pH വാല്യൂ കറക്റ്റ് ആവും, തിക്കായിട്ടിരിക്കുന്ന മണ്ണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കൃഷി ചെയ്യണ പറമ്പുകളിൽ നമ്മള് ഇപ്പൊ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും നമ്മളിപ്പോ പറമ്പിൽ ഇട്ടില്ല, ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തുവിടും. എന്നിട്ട് പറമ്പിലേക്ക് നമ്മൾ യൂറിയ പോലുള്ള സാധനങ്ങൾ ഇട്ടു. 55% പ്ലാസ്റ്റിക് കണ്ടന്റ് ആണ് യൂറിയയ്ക്കകത്തുള്ളത്. അത് പല പ്രാവശ്യം നമ്മൾ ഇട്ടിട്ട് കല്ല് പോലെയാവും മണ്ണ്, കിളച്ചാൽ പോലും താഴില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഓക്സിജൻ ഇറങ്ങി ചെല്ലും. മണ്ണ് ഇളതായിട്ടിരിക്കുന്ന നല്ല വേറെ ഇറങ്ങി ചെല്ലുള്ളൂ. നമ്മുടെ RCMന്റെ ആ ഒരു പാക്കറ്റ് ഹരിത സഞ്ജീവിനിയുടെ ഒരു ബോക്സ് 4 സ്റ്റേജായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് മണ്ണ് ഇളതായി മണ്ണിൽ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ താന്നു പോകും. അപ്പൊ വേറെ അടുത്ത പറമ്പിൽ വരെ ചെന്നിട്ട് അവിടുന്ന് വരെ വളം വലിച്ചുകൊണ്ട് വരും. ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ കർഷകരുണ്ട്, അവർക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഇരുന്നിട്ടെന്ന് തന്നെ പറയാം. നമ്മുടെ വീട്ടിലിരിക്കണമെന്നല്ല, നമ്മുടെ RCMന്റെ ഷോപ്പിലുണ്ടെങ്കിൽ ഈ 5000 ചില്ലുവാനും പ്രോഡക്റ്റ് നമ്മുടെ തന്നെയാണ്. നമുക്ക് ഉണ്ടെന്ന് പറയാം. നമുക്ക് ഹരിത സഞ്ജീവിനി ഉണ്ട്, നമുക്ക് പെയിന്റ് ഉണ്ട്, നമുക്ക് ഫുഡ് സപ്ലിമെന്റ് ഉണ്ട്, നമുക്ക് FMCG ഉണ്ട്, കുക്കറുണ്ട്, ഫാനുണ്ട്, സ്റ്റൗ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഉണ്ടെന്ന് തന്നെ ഒരു ബോധ്യം നമുക്ക് വരണം. നമ്മുടെ RCMന്റെ ഷോപ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അല്ലാന്ന് കണ്ടൊരു വിചാരമാണ്. അത് നമ്മുടെ തന്നെയാണ്. നമുക്ക് അവിടെ എടുത്തു കൊടുക്കാം, നമ്മൾ പറഞ്ഞു വിട്ടെടുപ്പിക്കാം, നമ്മുടെ നമ്പർ കൊടുത്തു വിട്ടെടുപ്പിക്കാം. അപ്പൊ ഈ വളം നമ്മുടെ അടുത്തുള്ള കർഷകന് കൊടുത്താൽ ഒരു 40% അധിക വിളവ് ആ കർഷകൻ ഉണ്ടായാൽ സന്തോഷമായിരിക്കില്ലേ? ആള് നമ്മളോട് വീണ്ടും അത് ചോദിക്കില്ലേ? നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ആരും ഇതുവരെ നമ്മളോട് മുഖം കറുപ്പിച്ചിട്ടില്ല, മോശമാണെന്ന് പറഞ്ഞിട്ടില്ല.
വീണ്ടും വീണ്ടും വേറെ എന്താ മാതിരി ഉള്ളതെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു സാധനം കയ്യിൽ എന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഈ പുറത്തുള്ള മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യും? ഇപ്പൊ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, ഈ മായം ചേർത്ത് ഭയങ്കര വിലക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവാത്ത, അല്ലെങ്കിൽ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് മാത്രം ഗുണം ഉണ്ടാവുന്ന ആ സാധനം നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയ്ക്കും നല്ലൊരു സംഗതിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് നമ്മളത് ബോധ്യം വന്നിട്ടില്ല നമുക്ക്. ചില ആളുകളോട് പറയുമ്പോൾ ഇതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എന്നതൊന്നും പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. കഴിഞ്ഞ ദിവസം ഞാനും പ്രദീപ് സാറും കൂടെ കുറച്ച് നമ്മുടെ ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് പോയി അവരൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പൊ ഒരു ലേഡി, ആ ലേഡിയുടെ ഹസ്ബൻഡും ഉണ്ട്. അവര് പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതൊക്കെ എന്തോരം കണ്ടേക്കണം എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കണ പോലുമില്ല. ഒരു മൈൻഡ് നമ്മള് എന്താ പറഞ്ഞ ആ ആളത്തിന്റെ തലമുറ തന്നെ രക്ഷിക്കാനുള്ള കാര്യമായിട്ടാണ് ചെന്നിരിക്കുന്നത്. അവരുടെ മനസ്സിലെ ഒരു ധാരണ. അപ്പൊ ചില ആളുകൾ അങ്ങനെയുണ്ട്, നമ്മൾ അതൊന്നും കണക്ക് കൂട്ടണ്ട. അതാണ് നമുക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മുടെ ലിസ്റ്റിൽ വരണം. അതിൻ്റെ അകത്ത് കുറച്ച് പേര് ഇതിൻ്റെ അകത്ത് ഡൗൺ ആയാലോ നെഗറ്റീവ് ആയാലോ പോലും നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും നമുക്ക് കിടക്കുവാണ്. ഈ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് കയറാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മുടെ ഈ 6 ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, 7 കർദിനാൾ റൂൾസ്, 8 കോർ സ്റ്റെപ്പ്, സത്യം പറഞ്ഞ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ വർക്കിന് ഇറങ്ങരുതെന്ന് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ഒരു മാസം ഇത് ശരിക്കും പഠിക്കണം. മറ്റുള്ളൊരു ഇത് ആശയം പോലുള്ള ഒരു പ്രസ്ഥാനം ഒരാളോട് പറയണമെങ്കിൽ നമ്മൾ ഇച്ചിരി പ്രിപ്പയർ ആയിരിക്കണം, പഠിച്ചിട്ടേ പറയാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് പഠിക്കണം. ഒരു ടീം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മാൻ ഹാൻഡിലിംഗ് ഒക്കെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ അതും ഒന്ന് പഠിക്കണം. അപ്പൊ കുറച്ച് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എല്ലാ മേഖലയും നമ്മൾ ഈ RCM നിന്ന് കിട്ടും. നമുക്ക് എല്ലാം തരുന്നുണ്ട്. ലീഡേഴ്സ് നല്ല നല്ല ട്രെയിനിങ് തരുന്നുണ്ട്. പ്രോഡക്റ്റ് തന്നെയല്ല, എങ്ങനെ ഇപ്പൊ സുരേന്ദ്ര ഭട്ട് സാറിന്റെ ഒക്കെ മീറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പ്രോഡക്റ്റ് അല്ല ശരിക്കും പറയണേ, എങ്ങനെ ഇത് ഈ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, കുടുംബത്തെ എങ്ങനെ ഉപയോഗിക്കാം, കുടുംബത്തിന് നല്ല രീതിയിൽ നമ്മൾ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എല്ലാവരുമായിട്ട് യോജിച്ച് ഇത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പൊ നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് ഇറങ്ങണം. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് നോളജ് ആൾക്കാർക്ക് കുറവുണ്ട്. ഇപ്പൊ നമ്മുടെ മീറ്റിങ്ങുകളാണെങ്കിലും കുറച്ചും കൂടി പ്രോഡക്റ്റ് ട്രെയിനിങ് നമുക്ക് അത്യാവശ്യമാണ്. ഓരോ ദിവസവും പ്രോഡക്റ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ പ്രോഡക്റ്റും ഒന്നും ആൾക്കാർ പഠിക്കുന്നില്ല. ഒരാളുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഗുണം പറഞ്ഞു കൊടുത്താലല്ലേ നമുക്ക് അവർക്കത് ബോധ്യമാവുള്ളൂ. ഫുഡ് സപ്ലിമെന്റുകൾ, ഒറേസിനോളിന്റെ ഒക്കെ ഗുണം പറഞ്ഞു കഴിയുമ്പോൾ ചാടി വാങ്ങിക്കും ആൾക്കാർ. കാരണം അത് ആവശ്യമില്ലാത്ത ആളുകൾ ആരുമില്ല. ന്യൂട്രിചാർജ് വുമൺ ആവശ്യമില്ലാത്ത ലേഡീസ് ഇല്ല. അങ്ങനെ ധാരാളം പ്രോഡക്റ്റ് ഇത് നാട് മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ഇരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. RCM ജോയിൻ ചെയ്തു, ID എങ്ങനെയെങ്കിലും നിലനിർത്തുക. 2-3 മാസം കൂടുമ്പോൾ ID കട്ടാകാണ്ട് എങ്ങനെയെങ്കിലും ഇരിക്കുക. കഴിഞ്ഞ ദിവസം അല്ല, ഒരു കുറച്ച് നാളായി ഒരു ഹസ്ബൻഡും വൈഫും കൂടെ വന്നിട്ട് 300 രൂപയുടെ സാധനം എടുക്കും. ഈ എഴുതി വെച്ചേരെ ഈ മാസം 100 രൂപയുടെ അടിച്ചാൽ മതി, ബാക്കി അടുത്ത മാസം 100 രൂപയുടെ അടിക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ മാസം 100 രൂപയുടെ അടിക്കുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസം 100 രൂപയുടെ പർച്ചേസ് ഉള്ള കട്ടാവേണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ കട്ടാൻ വേണ്ടി നിന്നിട്ട് ചേട്ടൻ എന്നാ കാര്യം? അല്ല, ഈ മാസാമാസം എടുത്തില്ലെങ്കിൽ കട്ടാവൂലേ? 2-3 മാസം എടുക്കാണെന്ന് കട്ടാവും. അങ്ങനെ കട്ടാണ്ടിരിക്കരുത്. അങ്ങനെ കട്ടാണ്ട ID നിലനിന്നിട്ട് ചേട്ടൻ്റെ കാര്യം? അല്ല, കട്ടാണ്ടിരിക്കേണ്ട വില കുറച്ച് സാധനം മേടിക്കാമല്ലോ. അപ്പൊ ഈ 100 രൂപയുടെ സാധനമാണ് ചേട്ടൻ വാങ്ങിക്കോളൂ മാസം. മറ്റു സാധനം എന്നാ മേടിക്കുന്ന പേസ്റ്റ്, ആട്ട, ഇതൊക്കെ വാങ്ങിക്കുന്നത്. നമുക്ക് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ചേട്ടൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് തൊട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ എവിടെ നിന്ന് മേടിക്കണേ? അതൊക്കെ വേറെ കടയിൽ നിന്ന് മേടിക്കും. അപ്പൊ ഇവിടുന്ന് മേടിച്ച വിലക്കുറവും പർച്ചേസുകളും കിട്ടും. ഈ 100 രൂപയുടെ സാധനമാണെങ്കിലും വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായില്ലേ നല്ലതാണ്, പിന്നെ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല? അവര് ചുമ്മാ ചിരിച്ചു തള്ളിയിട്ടങ്ങ് പോവുക. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ പോകണ്ടപ്പോ എനിക്കും ചിരി വന്നു. കാരണം ഇയാളുടെ തലയ്ക്കകത്തൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി. 100 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന മോശം സാധനം 50 രൂപയ്ക്ക് ഹൈ ക്വാളിറ്റിയോടുകൂടി നമ്മുടെ അടുത്തുനിന്ന് കിട്ടും എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ആൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞിട്ടും ആളെ എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പോട്ടെ എന്ന് വയ്ക്കുക. അതൊക്കെ ചുരുക്കം ആളുകൾ അങ്ങനെയുള്ളൂ. നമ്മൾ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീമിന്റെ പർച്ചേസ് മുഴുവൻ നമുക്ക് കിട്ടുന്നു. ധാരാളം ലീഡേഴ്സ് ഉണ്ടായി വരുന്നു. ഈ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുക.
ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യം ഈ ഹാൾ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് മടിയാണ്. അപ്പൊ സുധാകർ സാർ എന്നെ വഴക്ക് പറയും. സുധാകർ സാറാണ് ആദ്യ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേറെ ആരെയും അങ്ങനെ പരിചയമില്ലായിരുന്നു. അപ്പൊ മീറ്റിംഗ് 2-3 പ്രാവശ്യം വിളിക്കും. മീറ്റിംഗ് നടക്കുമ്പോൾ ചെല്ലും, ഏറ്റവും പുറകിൽ പോയിരിക്കും. ഏറ്റവും പുറകിൽ പോയിട്ട് ഏറ്റവും പൊക്കം കൂടിയ ആളുടെ പുറകിൽ പോയി ഇരിക്കുള്ളൂ. അപ്പൊ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും പറയാനോ അഭിപ്രായം പറയാനോ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിപ്പോണുള്ള മടി കൊണ്ട് നമ്മൾ മറിഞ്ഞ ആളുടെ തലയ്ക്ക് മറിഞ്ഞ് പുറകിൽ നിൽക്കും. തിരണയിൽ മുമ്പ് എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഫോൺ വന്നിട്ടൊന്നുമില്ല, ഫോണിനെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഹലോ ഇപ്പൊ വരാട്ടോ ദേ വന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വന്നിട്ടൊന്നുമില്ല, ചുമ്മാ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇറങ്ങി പോവാറുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റാൻഡിൽ ചെന്ന ഓട്ടം പോകണം. ആ ഒരു ഇവിടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പറയണമെന്നും തലയിലേക്ക് കയറുന്നില്ല. അപ്പൊ എനിക്ക് ഓട്ടം പോകണം. നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ്? നേരം വെളുക്കുന്നു, വണ്ടിയെല്ലാം കഴുകി സെറ്റപ്പ് ആക്കുന്നു, നമ്മൾ റെഡിയായി വിട്ടുപോവാണ്. ഏതെങ്കിലും ബസ്സിന്റെ മുമ്പിൽ പോയി 3-4 ആളെയും കയറ്റി സ്റ്റാൻഡിൽ ചെല്ലുന്നു, പുറകെ കൊണ്ടുവന്ന് വിടുന്നു, രാഷ്ട്രീയം പറയുന്നു, അല്ലെങ്കിൽ നാട്ടുവിശേഷം പറയുന്നു, തള്ളി കയറ്റിയിട്ട് ഫ്രണ്ടിൽ ചെല്ലുന്നു, ഓട്ടം പോകുന്നു. ഓട്ടം പോയാലും വിട്ടു വരുവാണ് ആദ്യം പറഞ്ഞതിന്റെ ബാക്കി പറയാനായിട്ട്. ഇതൊക്കെയാണ് കാര്യം. അങ്ങനെ നടന്നു പോവാറ്. അപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചു, സാറ് എന്നെ ആർസിഎമ്മിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇത് നിർബന്ധിച്ച് കൊണ്ടുവന്നില്ല. ആർസിഎമ്മിൽ വന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക, ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുക. ആർസിഎമ്മിലേക്ക് ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയൊക്കെയോ കുറെ ആൾക്കാർ എന്റെ ടീമിൽ വന്നു, ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല പകുതി ആൾക്കാരെ. അപ്പൊ ഗീതാ മാഡത്തിൽ നിന്ന് ഞാൻ അറിയുന്ന ആളല്ലായിരുന്നു. അപ്പോ ഞാൻ ഓട്ടോ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, ഓട്ടോ ഒക്കെ കുറഞ്ഞു, ഒത്തിരി ആളുകളെല്ലാം സ്കൂട്ടർ പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മുടെ തൊഴിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സുധാകർ സാർ ഇടയ്ക്ക് ഇങ്ങനെ ഉദാഹരണം പറയും, പണ്ടത്തെ തൊഴിലൊന്നും ഇല്ല, STD ബൂത്ത് ഇപ്പൊ ഇല്ല. നേരത്തെ ഫോൺ വിളിക്കാൻ ഓടിപ്പോയി ആ പെട്ടിക്കകത്ത് കയറി ഇങ്ങനെ ഫോൺ വിളിക്കുമായിരുന്നു, ആ പരിപാടി ഇല്ല, അത് നിന്ന് പോയി. STD ബൂത്ത് നടത്തുന്ന ആളുടെ പണി പോയി. റബ്ബർ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ കുഴി കുത്താനായിട്ട് ആളുകൾക്ക് പണിയുണ്ടായിരുന്നു, ആ പണി ഇപ്പൊ ഇല്ല. അതെല്ലാം ട്രാക്ടർ വന്ന് കുത്തിയിട്ട് പോകും. റോഡ് സൈഡിൽ കൂടെ കേബിൾ ഇടുന്ന പണി, ഈ തമിഴന്മാർ വന്നിട്ട് കേബിൾ ഇടാൻ വേണ്ടി കാന കയറുകയാണ്, അവരുടെ പണി പോയി. റോബോട്ടുകൾ വരുന്നു. അപ്പൊ ഉള്ള പണി എല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടോ പ്രസ്ഥാനം നിന്നു പോകും. അതിന്റെ തെളിവായിട്ട് ഒന്നാമതായിട്ട് ഓട്ടോറിക്ഷയുടെ ലൈസൻസ് കൊടുക്കൽ നിർത്തി. ഇപ്പൊ 3 വീലറിന് ലൈസൻസ് കൊടുക്കുന്നില്ല. അപ്പൊ ഇത് നിന്നു പോകാണല്ലോ എന്നൊരു ഇത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് ഓട്ടോയൊക്കെ കൊടുത്തു, ആർസിഎമ്മിലേക്ക് ആക്റ്റീവായി. സത്യം പറഞ്ഞാൽ മാറ്റി ചിന്തിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ഇത്രയും ആളുകളുടെ മുമ്പിൽ കണ്ടത് ഇങ്ങനെ ഈ വേഷത്തിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു സെറ്റപ്പ്, ഒരു ശേഷി, ഒരു കഴിവ് എനിക്കില്ലായിരുന്നു. ഒരു 5-10 പേരുടെയൊക്കെ മുമ്പിൽ ഇരിക്കും. കുറച്ച് പേര് ഇരുന്ന് ഇനി പറയാൻ വരുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോകും. പറയാൻ ഒരു മടി. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ഇപ്പൊ ആ ഒരു ചിന്താഗതി മാറി. ധാരാളം ആളുകൾ അറിയും. ധാരാളം KM സാറിനെ പോലുള്ള നല്ല നല്ല വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാരെ നമ്മളെ അറിയുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ 7-ാം തീയതി നമുക്കും പണം വരുന്നുണ്ട്. 7 എന്നൊരു ഡേറ്റ് ഉണ്ട്, കൃത്യമായിട്ട് പണം വന്നിരിക്കും. ഇന്ന് ആദ്യം പറയുമ്പോൾ അങ്ങനെയൊന്നും വിശ്വസിക്കില്ലായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് പണം, നമ്മൾ എത്ര വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ പൈസ കൃത്യമായിട്ട് 1 രൂപ പോലും മാറാണ്ട് നമുക്ക് അക്കൗണ്ടിൽ വരുന്നു. ഒരു ധൈര്യമായിട്ട് കണ്ണും അടച്ച് നമുക്ക് ഇരിക്കാം. കൃത്യമായിട്ട് പൈസ വന്നിരിക്കും. നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആരോടും മേടിക്കാം. 7-ാം തീയതി തരാമെന്നും പറഞ്ഞ് ധൈര്യമായിട്ട് നമുക്ക് ആരോടും മേടിക്കാം. കാരണം 7-ാം തീയതി കൃത്യമായിട്ട് പൈസ വന്നു, ലോകം ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ്. അപ്പൊ അത്രയ്ക്ക് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും. അപ്പൊ ആർസിഎം എന്ന നന്മ രാജ്യം മുഴുവൻ അറിയിക്കുക, നമ്മൾ അറിയിക്കുക. പരമാവധി ആളുകൾ ഓരോരുത്തരും ടീം ഉണ്ടാക്കുക. അവരവർക്ക് സ്വന്തം അവരവരുടെ തലവര മാറ്റുന്നത് അവരവരുടെ ടീമാണ്. അപ്പോൾ നമ്മൾ ആർസിഎമ്മിൽ വർക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു ലിസ്റ്റ് എടുക്കും. നമ്മളെ എത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ലിസ്റ്റ് എടുക്കും. അവരെയൊക്കെ നമ്മൾ പോയി കാണും. അപ്പൊ നമ്മൾ ആ പരിപാടി എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ മറ്റു പലരുടെയും സുഹൃത്തുക്കളായിരിക്കും. നമ്മൾ ലിസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തിനെ വേറെ ആളുകൾ ലിസ്റ്റ് എടുക്കും. അവരെ ആ ലിസ്റ്റിൽ പെടുത്തി അവരെ ഒന്ന് കാണും, ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയണം, അയ്യോ നമ്മുടെ ആളെ വേറെ ആള് കൊണ്ടുപോയല്ലോ, അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ വോളിയം അല്ലെങ്കിൽ അവരുടെ പർച്ചേസ് വേറെ ആൾക്ക് പോയല്ലോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ താമസിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങളൊന്നും താമസിപ്പിക്കരുത്. മീറ്റിംഗ് കഴിയുന്ന ഇപ്പൊ ഈ മീറ്റിംഗ്, ഞാൻ പറയുന്ന ഈ മീറ്റിംഗ് തീരുമ്പോൾ തന്നെ ആളുകളെ വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എപ്പോ വേണമെങ്കിലും ചെയ്യാം. ജോലി ഉള്ളവർക്ക് ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. രാത്രി 10 മണിയാകുമ്പോഴോ 9 മണിയാകുമ്പോൾ എപ്പോ വേണമെങ്കിലും ആർസിഎം ചെയ്യാം. ജോലി ചെയ്യുമ്പോൾ ഇതൊന്നും പറ്റില്ല. 10 മണിക്കോ 9 മണിക്കോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ജോലിക്ക് ചെന്നാൽ പോരല്ലോ. അത് സമയത്ത് തന്നെ ജോലിക്ക് ചെയ്യണം. നമുക്കിത് ജോലിക്ക് ശേഷം 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം. 2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് വിനിയോഗിക്കണം. ഒരു ഗുണവും വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി 10 മണിക്കൂർ വിനിയോഗിക്കാം.
അപ്പൊ നമുക്ക് ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വിനിയോഗിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യത്തോടു കൂടി ആരുടെയും കീഴിൽ നിന്നല്ലാതെ. അപ്പൊ എനിക്ക് ഒത്തിരി ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, GRC.